ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീറ്റ് റോൾ ചെയ്യാനാണ്. അതിനു വേണ്ടിയുള്ള ബ്രെഡ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സബോള അരിഞ്ഞത്, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കനോ മുട്ടയോ ബീഫോ എന്ത് വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. വേഗത്തിൽ ചെയ്യാനും പറ്റുന്നതാണ്. ബ്രെഡിന് വേണ്ട ഒരു ഗ്ലാസ് പാലും വെള്ളവും. നമുക്ക് ഈ ബ്രെഡിനെ ഈ പാലും വെള്ളവും ഒഴിച്ചിട്ട് കുഴച്ച് നമ്മൾ ഈ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിന് ആക്കിയെടുക്കണം. അരിഞ്ഞു വെച്ച എല്ലാത്തിനെയും എടുത്ത് നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടണേ, ആവശ്യത്തിനുള്ള പെരിഞ്ചീരകം കൂടി ഇടണം. ഇത് ചിലപ്പോൾ 4 മീറ്റ് റോളിനെ കാണത്തുള്ളൂ. 6 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള, ചിലപ്പോൾ ഒരു കൂട് മേടിക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും എടുത്തോണം സാധനങ്ങൾ. അതുപോലെ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കോണം. പകുതി വറവായിട്ടുണ്ട്. നമുക്കിനിയും പൊടിച്ച് വെച്ച് ചിക്കന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഞാനിതൊന്നിട്ടെ. നമ്മൾ ചിക്കനെ ഇട്ട് ഇളക്കുന്നുണ്ടേ. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മുരിച്ച് എടുക്കണം. നമുക്ക് മീറ്റ് റോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള റസ്കിൻ്റെ പൊടി, അടിച്ച് വെച്ച മുട്ട, ഇതാണ് ചിക്കൻ്റെ മസാല. ഇതിനകത്ത് മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ അവസാനമായിട്ട് ഇളക്കിയെടുത്തത്. നിങ്ങളും അതുപോലെ ചെയ്യണം. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ബോളിനെ നമുക്ക് ഒന്ന് പരത്തി ഇവിടെ വെക്കാം. ഞാൻ കൈ കൊണ്ടാണ് പരത്തി കൊടുത്തത്. ഇനി ഇതിനെ ഈ ചിക്കൻ എടുത്ത് വെച്ച് നമുക്ക് ഉരുട്ടി എടുക്കാം. നമ്മൾ കൈ കൊണ്ട് പരത്തി ഉരുട്ടി വച്ച മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കി റസ്കിൽ പൊതിഞ്ഞെടുക്കാം. മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6 പീസ് ബ്രെഡിൻ്റെ കഷ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എനിക്ക് 5 എണ്ണം ചെറുതുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വേഗത്തിലുണ്ടാക്കാൻ പറ്റും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് പെറുക്കി അങ്ങോട്ട് വെക്കാം. തീ ചെറുതാക്കി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ. മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ.